ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലേസി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തെ ലെയറിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നനച്ചെടുക്കാനായിട്ട് ഏതെങ്കിലും ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പാലിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്ത ലെയർ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുഡിംഗ് ടെക്സ്ചറിലേക്കാണ് കേട്ടോ ഒന്ന് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജെലറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടും. ഇനിയിപ്പോൾ ജെലാറ്റിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതാ നമ്മൾ ഒരു സെക്കൻഡ് ലെയറായിട്ട് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചോക്ലേറ്റ് ലെയറാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും ഒരു മിൽക്ക് ചോക്ലേറ്റ് ഡയറി മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വിപ്പിംഗ് ക്രീമും നല്ല ചൂടാക്കിയിട്ടുള്ള പാലും കൂടി ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ആ ഒരു വൈറ്റ് ഒരു ലെയറിൻ്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് തിക്കായിട്ടാണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് ഞാനിവിടെ ചോക്കോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു മിക്സർ ഷേപ്പിലേക്ക് വരുന്നൊരു പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും അതുപോലെ തന്നെ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലേക്ക് നമുക്കത് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്